പെരിയ കേസിൽ മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കും വരെ നിയമ പോരാട്ടം തുടരുമെന്ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. വിധിയിൽ തൃപ്തിയുണ്ടെന്ന് CBI പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു. വിധി പ്രസ്താവത്തിന് ശേഷമായിരുന്നു പ്രതികരണം. പെരിയ ഇരട്ടക്കൊലക്കേസിൽ 14 പേരെ ശിക്ഷിച്ച CBI കോടതി വിധിയിൽ തൃപ്തിയുണ്ടെങ്കിലും മുഴുവൻ പേരെയും ശിക്ഷിക്കും വരെ നിയമപോരാട്ടം തുടരുമെന്ന് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം പറഞ്ഞു. പിതാവടക്കമുള്ള കൂടാതെയും പെട്ട ആൾക്കാരടക്കമുള്ള 14 പേർക്കെതിരെ കുറ്റം കോടതി കണ്ടെത്തിയതിലും കൊലപാതകത്തിന് തെളിയിക്കാൻ പറ്റിയതിലുള്ള സന്തോഷമുണ്ട്. പക്ഷേ കൂടാതെയല്ല, അവരെ വെറുതെ വിട്ടതിൽ നമുക്ക് തൃപ്തരല്ല. തുടർ നടപടികൾ നമ്മൾ ആലോചിച്ചിട്ട് പറയുന്നതായിരിക്കും. 10 പേരും ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെ ആയിരുന്നു. വേറെ ഞങ്ങളെ ഗവൺമെന്റ് വക്കീലെല്ലാവരും അന്വേഷിച്ചിട്ട് തീരുമാനിക്കും. അതേസമയം വിധിയിൽ തൃപ്തിയുണ്ടെന്ന് CBI പ്രോസിക്യൂട്ടറും അഭിപ്രായപ്പെട്ടു. നല്ല ജഡ്ജ്മെന്റാണ് കിട്ടിയത്. 1 മുതൽ 8 വരെ പ്രതികളായിരുന്നു ടീമിലുണ്ടായിരുന്നു. 8 പേർക്ക് കൺവിഷൻ കിട്ടിയിട്ടില്ല. 1-ാം പ്രതിയും 15-ാം പ്രതിയും എടുത്ത് പിന്നെ CBI ആഡ് ചെയ്ത പ്രതികളാണ്. 15 പിന്നെ അവസാനത്തെ MLAയും മറ്റൊക്കെയുള്ള നേതാക്കൾ 3 പേരും. രണ്ടാമത് CBI ചാർജ് ഷീറ്റിലെ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ പ്രതികൾ കുറച്ച് പേർക്ക് കൺവിഷൻ വന്നിട്ടില്ല. എന്നാൽ CBI കെട്ടിപ്പൊക്കിയ കഥ വിശ്വസനീയമല്ല എന്ന് കോടതി പറഞ്ഞുവെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണം. 15 ഒഴിച്ച് 16, 17, 18, 19 എല്ലാ പ്രതികളെയും ഗൂഢാലോചന 120B നിന്ന് കുറ്റവിമുക്തരാക്കി അവരെ വെറുതെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ CBI കെട്ടിപ്പൊക്കിയ കഥ, ഗൂഢാലോചന സംബന്ധിച്ചൊക്കെ CBI കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന കഥ വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിധി കൊണ്ട് നമുക്ക് അർത്ഥമാക്കേണ്ടത്. ജനം, കൊച്ചി.